നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. PV അൻവറെ പാലം വലിച്ചത് VD സതീശനോ അതോ മുസ്ലിം ലീഗോ? മുസ്ലിം ലീഗ് തന്നെയാണെന്നാണ് കോൺഗ്രസിലെയും UDFിലെയും ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. കാരണം PV അൻവറിനെ തങ്ങൾക്ക് മുകളിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി മലപ്പുറം ജില്ലയിൽ അംഗീകരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറല്ല. ലീഗിലെ ഒരു വിഭാഗം അണികളുടെ പിന്തുണ കൂടി PV അൻവർ ആർജിച്ചെടുത്തു എന്ന് ലീഗ് നേതൃത്വം മനസ്സിലാക്കിയതോടെ അവർ പതിയെ പിന്നോട്ട് പോവുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളായി വന്ന് UDFിലെ ഘടകകക്ഷിയായി UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം അൻവർ മേടിച്ചെടുത്താൽ മലപ്പുറം ജില്ലയിലെ ലീഗ് രാഷ്ട്രീയത്തിന് അത് അപകടകരമായി സ്വാധീനിക്കുമെന്ന് അവർ മനസ്സിലാക്കി. മലപ്പുറം ജില്ലയിൽ മുസ്ലിം രാഷ്ട്രീയം എന്നത് ലീഗിൻ്റെ കുത്തകയാണ്. അതിൽ കൈവയ്ക്കാൻ അവർ ആരെയും സമ്മതിക്കില്ല. മദിനി ആയാലും ഇബ്രാഹിം സുലൈമാൻ സേട്ടായാലും അങ്ങനെ ശ്രമിച്ചവരെല്ലാം പരാജയപ്പെടുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ PV അൻവറെ തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ശക്തിയായി വളർത്താൻ മുസ്ലിം ലീഗ് നേതൃത്വം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അൻവറിന് നിലമ്പൂർ സീറ്റ് ലഭിക്കാതിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. നിലമ്പൂർ സീറ്റ് അൻവറിന് നൽകണമെന്ന് ലീഗ് നേതൃത്വം വാശി പിടിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വേറെ വഴിയുണ്ടാകുമായിരുന്നില്ല. നിലമ്പൂർ സീറ്റ് അൻവറിന് തന്നെ കൊടുക്കേണ്ടി വരുമെന്നു. എന്നാൽ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ, അതിൽ തങ്ങൾക്ക് കാര്യമില്ലെന്ന് പറഞ്ഞ് ലീഗ് നേതൃത്വം ഒഴിയുകയായിരുന്നു. ഇതോടെയാണ് PV അൻവർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് അൻവറിന് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. ലീഗിൻ്റെ പിന്തുണ തനിക്കല്ലെന്നും കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ലീഗ് തലയൂരുകയും ചെയ്തതോടെ അൻവർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. ലീഗിൻ്റെ പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയുടെയും ശിഹാബ് തങ്ങളുടെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ പിന്തുണയോടെ തനിക്ക് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി ഇറങ്ങാമെന്നൊക്കെയാണ് അൻവർ കണക്കുകൂട്ടിയിരുന്നത്. ആദ്യം VS ജോയിയുടെ പേര്, DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര് സ്ഥാനാർത്ഥിയായിട്ട് അൻവർ തന്നെ പ്രഖ്യാപിച്ചതും അതുകൊണ്ടാണ്. ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും തമ്മിൽ അടിയുണ്ടാകുമ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി തനിക്ക് രംഗത്ത് വരാമെന്നും അങ്ങനെ ലീഗ് തനിക്ക് പിന്തുണ നൽകുമെന്നും ലീഗിൻ്റെ പിന്തുണയോടെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിപ്പിക്കാമെന്നുമായിരുന്നു PV അൻവറിൻ്റെ കണക്ക് കൂട്ടൽ. എന്നാൽ ഈ തന്ത്രം മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം അൻവറെ പുറകിൽ നിന്ന് വെട്ടി. അൻവറിന് UDF സ്വതന്ത്രൻ എന്ന നിലയിൽ ജയിക്കാൻ പറ്റുന്ന സീറ്റ് മലപ്പുറത്ത് ലീഗ് ഉറപ്പു നൽകി. അതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നായിരുന്നു ലീഗിൻ്റെ മറുപടി. കാരണം തൃണമൂൽ കോൺഗ്രസുമായി വന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ UDFിലെത്തിയാൽ പിന്നെ അൻവറിനെ മന്ത്രിയാക്കേണ്ടി വരുമെന്നും മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളെല്ലാം ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മലപ്പുറം ജില്ലയിൽ അസംതൃപ്തരായ ലീഗ് അണികളെ പിടിക്കാൻ അൻവറിന് പറ്റും. കാരണം അസംതൃപ്തരായ ലീഗ് അണികൾ നേരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുകയും അവർക്കെല്ലാം അൻവർ നിർബന്ധിച്ച് സീറ്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്താൽ അത് ലീഗിൻ്റെ അടിത്തറയ്ക്ക് തന്നെ ദോഷമാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അൻവറിനെ മലപ്പുറത്ത് വളരാൻ അനുവദിക്കില്ല. വേണമെങ്കിൽ തങ്ങളുടെ കാൽക്കീഴിൽ ഒരു സ്വതന്ത്ര MLA ആയിട്ട് നിന്നുകൊള്ളൂ എന്നുള്ള രീതിയിലാണ് ലീഗ് കരുക്കൾ നീക്കിയത്. ഇത് മനസ്സിലാകാതെ ലീഗിൻ്റെ ബലത്തിൽ VD സതീശനടക്കം വെല്ലുവിളിക്കുകയാണ് അൻവർ ചെയ്തത്. അത് അദ്ദേഹത്തിന് പിന്നീട് ആപത്തായി തീർന്നു മാത്രമല്ല അത്യാപത്തായി തീർന്നു. ഇപ്പോൾ അൻവർ വഴിയാധാരമായ അവസ്ഥയിലാണ്. ലീഗിനെ കവച്ചു വയ്ക്കാൻ ആര് ശ്രമിച്ചാലും അത് PV അൻവറല്ല ആരായാലും മലപ്പുറം ജില്ലയിൽ അവർ വെട്ടിക്കൂട്ടി മൂലയിടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അൻവറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് കണ്ടതെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും നമ്മളോട് പറയുന്നത്.